അതിൽ ദളിതരുണ്ട്, ഈഴവരുണ്ട്, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പൂജ പഠിപ്പിക്കുകയും അവരുടെ ദേവസ്ഥത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. നമ്മുടെ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ സ്വഭാവത്തിലുള്ള ദേവസ്വം ബോർഡുകളുണ്ടാകുന്നു. ആ ദേവസ്വം ബോർഡിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ അംഗങ്ങളായി വരുന്നു. ഇത് വലിയൊരു മാറ്റമാണ്. പ്രാക്കുളം ബാസി എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി വരുന്നു. ആ സമയത്ത് തന്നെ CPM വളരെ പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളായ പുനഃപ്രവയലാർ സമരത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട പേരുകാരിലൊരാളായ ചന്ദ്രാനന്ദൻ, അദ്ദേഹം ദേവസ്വം ബോർഡിൽ മെമ്പറായി വരുന്നു. അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ പറയുന്ന ചന്ദ്രാനന്ദൻ റോഡ് എന്ന് പറഞ്ഞാൽ അത് സഖാവ് ചന്ദ്രാനന്ദൻ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ റോഡ് എന്നുള്ള അർത്ഥത്തിലാണ് ചന്ദ്രാനന്ദൻ റോഡ് എന്ന് പറയുന്നത്. ആ ദേവസ്വം ബോർഡ്, പ്രാക്കുളം ബാസിയും ചന്ദ്രാനന്ദനൊക്കെ ഉള്ള ആ ദേവസ്വം ബോർഡ് വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അത് 69 EMS മന്ത്രിസഭയുടെ കാലത്ത് രൂപീകരിക്കുന്ന ബോർഡാണ്. പിന്നീട് അച്യുതമേനോ മന്ത്രിസഭയുടെ സമയത്തും ആ ബോർഡ് തന്നെ 1971 വരെ തുടരുന്നുണ്ട്. ആ ബോർഡിൻ്റെ കാലത്തുണ്ടായ വളരെ പുരോഗമനപരമായ ചില തീരുമാനങ്ങൾ. ഇപ്പോൾ ചർച്ചിട്ട് അമ്പലത്തിൽ കയറാമെന്നുള്ള തീരുമാനം എടുക്കുന്ന ആ ബോർഡാണ്, പക്ഷേ ഇപ്പോഴും നടപ്പായിട്ടില്ല. അതുപോലെ തന്നെ അവർണരായിട്ടുള്ള ആളുകളെ പൂജ പഠിപ്പിച്ച് അവരെ ശാന്തിക്കാരാക്കാമെന്ന് ആ ബോർഡ് തീരുമാനിക്കുകയും അത് ഇന്നത്തെ ശബരിമലയുടെ തന്ത്രിമാരായിട്ടുള്ള ഇന്നവർ യാഥാസ്ഥിതിക പക്ഷത്താണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ പൂർവികർ പുരോഗമന പക്ഷത്തായിരുന്നു. ഈ പറയുന്ന കണ്ഠരര് ഫാമിലിയിൽ അന്നത്തെ കാരണവർ, അദ്ദേഹം അവർണരെയും ദളിതരെയും ഒക്കെ ജാതി നോക്കാതെ പൂജ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആചാര്യനായിട്ട് വരാമെന്ന് സമ്മതിക്കുകയും അവിടെ തിരുവല്ലയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ വെച്ച് ഇവരെ പൂജ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ആദ്യമായിട്ടൊരു 10 പേരുടെ ബാച്ച് തുടങ്ങുകയും അതിൽ ദളിതരുണ്ട്, ഈഴവരുണ്ട്, നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പൂജ പഠിപ്പിക്കുകയും അവരുടെ ദേവസ്ഥത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന ചരിത്രമുണ്ട്. ഈ ചരിത്രം പിന്നീട് ആദിത്യൻ കേസിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ആദിത്യൻ കേസിൽ ദേവസ്വം ബോർഡ് തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്.